ഞാൻ ശരിക്കും ആമസോണിൽ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ജോബ് എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഡെസിഗ്നേഷൻ്റെ പേര് വെൻഡർ കൺസൾട്ടൻ്റ് എന്നാണ്. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റ് പ്ലേസിലല്ല, യൂറോപ്യൻ മാർക്കറ്റ് പ്ലേസിലാണ്. അതായത് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത് യൂറോപ്യൻ മാർക്കറ്റ് പ്ലേസിലെ വെൻഡേഴ്സ് എന്ന് പറയും. അവരുടെ കാര്യങ്ങൾ, അവരുടെ ബിസിനസ്, അവർക്ക് വേണ്ട സജഷൻസ് കൊടുക്കുക, അവരുടെ കാറ്റലോഗ് നോക്കുക, നമ്മുടെ ഭാഗത്ത് നിന്ന് ആമസോണിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആമസോണിൽ അവരുടെ പ്രോഡക്റ്റൊക്കെ ലിസ്റ്റ് ചെയ്യുമല്ലോ, അതൊക്കെ നോക്കുക, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ കൺസൾട്ടൻ്റ് ആണ് ഞാൻ. വർക്ക് ഫ്രം ഹോം ആണ്. ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്. 12 to 9 ജോബാണ്. സ്ട്രെസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഏത് ജോലിയും കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ എവിടെയുള്ളൂ. വർക്ക് ലൈഫ് ബാലൻസ് നല്ലോണം ഉണ്ട്. ആമസോൺ ഈസ് എ വെരി ഗുഡ് കമ്പനി. അത് വെച്ച് നോക്കുമ്പോൾ എംപ്ലോയി ഫ്രണ്ട്ലി ആണ്. പിന്നെ ആമസോണിൽ എങ്ങനെയാണ് ജോലി കിട്ടിയെന്നുള്ളത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അതൊരു വലിയൊരു സ്റ്റോറിയാണ് കേട്ടോ. എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയതാണ്. ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലാണ് പഠിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഉള്ള വേറൊരു ചാനലുണ്ട്, മീ ആൻഡ് കമ്പനി എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ എൻ്റെ കംപ്ലീറ്റ് പ്രൊഫഷണൽ ലൈഫ്, അതായത് അക്കാഡമിക്സും പ്രൊഫഷണൽ ലൈഫും എല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആമസോണിൽ എങ്ങനെയാണ് ജോലി കിട്ടിയത്, IIM എങ്ങനെയാണ് സെലക്ഷൻ കിട്ടിയത്, ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. എനിക്ക് 26 വീക്സ് മെറ്റേണിറ്റി ലീവ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആമസോണിൽ തന്നെയാണ് കയറുക.